സംസ്ഥാനത്ത് ആരോഗ്യ മേഖല കടുത്ത പ്രതിസന്ധിയിൽ. പൊതുജനാരോഗ്യ മേഖലയ്ക്ക് ബജറ്റിൽ അനുവദിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ 776.1 കോടിയുടെ കുറവ്. മാത്രമല്ല, അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ബജറ്റിൽ പരിഗണിക്കാത്തത് കനത്ത തിരിച്ചടിയുമാണ്. പൊതുജനാരോഗ്യ മേഖലയ്ക്കായി മികച്ച പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണ്. അടിയന്തര പ്രാധാന്യത്തോടെ പരിഹരിക്കേണ്ട വിഷയങ്ങളൊന്നും പരിഗണിച്ചിട്ടില്ല. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സംസ്ഥാനത്തെ രൂക്ഷമായ മരുന്നുക്ഷാമം. മരുന്നു ലഭ്യത ഉറപ്പുവരുത്താനുള്ള നടപടികൾ ബജറ്റിൽ ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. മരുന്ന് കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ക്ഷാമമുള്ള ആശുപത്രികളിലേക്ക് മാറ്റി താൽക്കാലിക പരിഹാരം കാണുന്നു എന്നതാണ് വസ്തുത. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഏജൻസികൾ വഴി മെഡിക്കൽ കോളേജുകൾക്കും കാരുണ്യ ഫാർമസികൾക്കും മരുന്ന് വിതരണം ചെയ്ത വകയിൽ കോടികളാണ് കുടിശ്ശികയായുള്ളത്. അതോടൊപ്പം നിപ പോലെ ജീവഹാനി സംഭവിച്ചേക്കാവുന്ന വൈറസ് കേരളത്തിൽ വീണ്ടും സ്ഥിരീകരിക്കുകയാണെങ്കിൽ മുൻകരുതൽ നടപടികൾ കൈക്കൊള്ളേണ്ടത് അനിവാര്യമാണ്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, വേഗം പരിശോധനാഫലം ലഭ്യമാക്കുന്ന സജ്ജീകരണങ്ങൾ ഇവയ്ക്കൊന്നും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടില്ല. മരണങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം പ്രഖ്യാപനങ്ങൾ നടത്തുന്ന സർക്കാർ നയത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. ജനം, തിരുവനന്തപുരം.